ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 ആണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഒരു കൗ ഫാമും ഒരു ഷീപ്പ് ഫാമും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ബേസിലേക്ക് പോകാം. ഞാൻ ബോട്ടിലെടുത്തിട്ടായിരുന്നു വന്നത്. എൻ്റെ ബോട്ടില്ല, നമുക്ക് പോവാം. മീനൊക്കെ എന്ത് സുഖമല്ലേ, 24 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കുത്തിരിക്കുക. ഗൈസ്, ഞാൻ കുറേ ബിൽഡ് കൂടി ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ബിൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതവിടെ ലൈറ്റ് വെച്ചിട്ട് ചെറിയൊരു ബിൽഡ്. ഇവിടെ ബോട്ട് എടുത്തിടുന്ന സ്ഥലമാണ്. ഇങ്ങനെ ചെറിയൊരു ബിൽഡ് ചെയ്താണ്. രാത്രിയായി കിടന്നുറങ്ങാല്ലേ. സോംബീസ് മുന്നേ എടുത്ത് നല്ല കടിവാണുണ്ട്. പൈസ അങ്ങനെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേനോ 45-ാം ഡേ ആൻഡ് ഫാം വർക്കിംഗ്, അതൊക്കെ എഴുതി വെച്ചിട്ട്. പിന്നെ ഞാൻ ചെയ്ത ആൻഡ് ഫാമിൻ്റെ അകത്ത് വില്ലേജറിന് നമുക്ക് ഫുഡ് എറിഞ്ഞു കൊടുക്കുക. വില്ലേജറിന് ഫുഡ് എറിഞ്ഞു കൊടുത്തിട്ടില്ല കുറേ ദിവസമായി. സ്പൂണാണ്ട് എന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അയ്യോ ഗൈസ്, ഇത്ര അയണായി നോക്കട്ടെ. രണ്ട് സ്റ്റേക്കിൻ്റെ അടുത്താവണില്ലേ ഗൈസ്. എന്നാൽ ഞാൻ എൻ്റെ ന്യൂ ബിൽഡിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത ബിൽഡ്. ഇതാണ് ബോട്ട് നിർത്തിയ സ്ഥലം. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നേരെ പോയാൽ ഞാൻ വേറെ ബീറ്റ് ഫാമിലെത്തും. ഇത് ഞാൻ ചെറുതാക്കി തുടങ്ങിയതാണ് ഗൈസ്, ബീറ്റ് ഫാം. നേരെ ഇവിടെ വന്നാൽ ക്യാരറ്റ് ഫാമാണ് ഗൈസ്. ഇത് ക്യാരറ്റ് ഫാം. എനിക്ക് ഒരു ഫാമും മേക്ക് ചെയ്യാനില്ല, എന്തോന്നും മേക്ക് ചെയ്യാനുണ്ടാവും. ഞാൻ ഇപ്പം മേക്ക് ചെയ്യുന്നില്ല ഗൈസ്. നമുക്കെന്നാ വില്ലേജറിന് ഫീസറിന് എടുത്താലോ. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുവെന്ന്. ഞാൻ വിചാരിച്ചു പക്ഷേ അടിപൊളി മഴയാണ് ഗൈസ് പുറത്ത് കളിക്കുന്നത്. ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കുറക്കട്ടെ ഗൈസ്. മൈൻക്രാഫ്റ്റ് സെറ്റിങ്സ് സൗണ്ട് ഒന്ന് ഓർക്കട്ടെ ഗൈസ്. മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് അങ്ങനെ നമ്മൾ മൈൻക്രാഫ്റ്റിൽ സൗണ്ട് കുറച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് 2 പൊട്ടിച്ചത് എന്നോട് അറിയാണ്ട് പൊട്ടിച്ചാണ് ഗൈസ്. നമുക്കെന്നാ പോയിട്ട് വില്ലേജറിനെ കാണാം ഗൈസ്. നമുക്കിങ്ങനെ താഴോട്ട് പോകാം. ഞാൻ ടെക്നോളജി ആക്കിയത്, അല്ലെങ്കിൽ ആ ബേബി വില്ലേജർ ഞാൻ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരൊറ്റ എടുത്ത ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെയാണ് പൊട്ടിക്കുക. ഇതൊക്കെ സിസ്റ്റമാണ് ഗൈസ്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ തൊട്ടല്ല. ഞാനൊരു പവർമാനാണ് ഗൈസ്. ഞാൻ തന്നെ എടുത്തു. ഇല്ല, എൻ്റെ വില്ലേജറാണ് എടുത്തത്. ഗൈസ്, എൻ്റെ വില്ലേജേഴ്സിനെ കണ്ടുപോകും. ബേബി വില്ലേജർ പിന്നെ വില്ലേജർ ഉണ്ടാവും. എനിക്ക് ആക്ഷൻ വർദ്ധിക്കണം. ബേബി വില്ലേജർ ബസ്. പിന്നെ ഞാൻ എൻ്റെ വില്ലേജിലോട്ട് ഇതുവരെയായിട്ടും നിങ്ങളെ കൊണ്ടുപോയില്ലല്ലോ. നമുക്ക് ഇന്ന് പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ
ഒരു വില്ലേജർ മേലോട്ട് വയ്ക്കില്ല. വില്ലേജിലേക്ക് കൊണ്ടുപോയാൽ ഒരു പ്രശ്നമുണ്ട്. ആകെ 3 വില്ലേജറാണുള്ളത്. കുഴപ്പമില്ലല്ലോ അല്ലേ? എൻ്റെ അടുത്ത് സ്പെഷ്യൽ വണ്ടി ഉണ്ട് ഗൈസ്. വണ്ടിയുടെ പേരാണ് ബുറാക്ക്. പറഞ്ഞിട്ട് പറപ്പിച്ചങ്ങ് പറയാൻ വിട്ടു ഗൈസ്. അങ്ങനത്തെ ഒരു 2 ഇതിനെയും കൂടി ആക്കിയിട്ടുണ്ട്. റൈഡ് 6ാമത്തെ ലെവലായി. എൻ്റെ വില്ലേജ് അങ്ങനെയുള്ള ഗൈസ് ഭയങ്കര മഴയാണ്. നമുക്കങ്ങനെ വില്ലേജിലേക്ക് എത്താനായിട്ടുണ്ട്. ഇതെന്തൊന്നും സ്പീഡില്ലാത്ത. ഗൈസ് വില്ലേജസിനെ നോക്കിയൊന്നും കാണാൻ നടക്കൂല. എൻ്റെ അടുത്ത് പൊന്നാര 3 വില്ലേജർ 4 വില്ലേജർ എങ്ങനെയാണുള്ളത്. ഇതാ ഇതിൻ്റെ അകത്തൊന്ന് 2 വില്ലേജർ. അതെ ഗൈസ്, അതേ മൈ ഗൈസ്, 2 വില്ലേജറാണ് എൻ്റെ വില്ലേജർ. നമുക്ക് പോയാൽ വില്ലേജ് കണ്ട് നമുക്ക് നേരെ ബേസിലേക്ക് പോവാം. ബേസ് ഒന്ന് വേഗം നടന്നുകൂടി ചങ്ങായി. ഇന്നേം കൂട്ടി വന്നാൽ ഞാൻ കഴിഞ്ഞല്ലോ. എനിക്കെന്താ തരണം? സോറി, ഇതിനെ കൊണ്ടങ്ങ് എത്തണമെങ്കിൽ ഒരുപാടൊന്നും അല്ല. തിരിച്ച് ബേസിലെത്തി. ഞാൻ എൻ്റെ ഒറിജിനൽ കുതിരേനെ എടുക്കാൻ പോകുന്നു. ഭയങ്കര പവറാണ്. ഇതാ അതിൻ്റെ കാർപോർട്ടെത്തിയിരിക്കുന്നു. വണ്ടി വെച്ചിരിക്കുന്നു. അടിച്ചുപോയി. അറിയാണ്ട് നിൻ്റെ നേരത്തെ ഡ്രസ്സൊക്കെ അണിയിക്കുന്നില്ല. അപ്പോൾ ഇന്നിവിടെ നോക്കിയോ, ഞാൻ വേഗം പോയി ഇറങ്ങിയിട്ട് വരാം. പറയാൻ പറ്റില്ല. നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിൽ 58 അയണുള്ളതിൻ്റെ അകത്ത് 64 അയണ് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. കാരണം എനിക്ക് കുറച്ച് നേരമാണ് കിട്ടിയത്. എപ്പിസോഡ് 3-ൽ ഒരു സ്റ്റാക്ക് കഴിഞ്ഞിരിക്കുന്നു. 68 തന്നെ ആണ് മക്കളെ. ആയിക്കോളം ചേട്ടൻ സ്പോണായി. നല്ല സുഖമായി. എല്ലാം കൊള്ളായി. ഇനി അടിക്കാൻ പോവാം. പിന്നെ തോട്ടാൻ ചത്തുപോകും. പാവമയങ്കോളം അയങ്കോളത്തിന് 100 ആയുസേനും. പക്ഷെ നമ്മൾ അന്നേരം തന്നെ കട്ടിനെ കൊണ്ട് ആയുസയില്ല. 61. ഇനിയൊരു 3 അയണ് കൂടി കാണാം. വേഗം വായങ്കോളം നമുക്കത് 2 ബിൽഡ് ചെയ്യാം. ഗസ് ഇതൊരു ചെരിഞ്ഞ പുര, അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെടില്ല. ഞാനത് പുര മാറ്റിയിട്ട് നല്ല പുര ഉണ്ടാക്കിയാലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇതാണ് എൻ്റെ വീട്. എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് എനിക്ക് എന്നെ പറ്റിയെന്താണ്. Oh my guys. എൻ്റെ അകത്ത് 13 സ്മൂത്ത് തന്ന സംഭവം. ബാക്കഡ് പൊട്ടറ്റോ, കുക്ക്ഡ് പൊട്ടറ്റോ, കുക്ക്ഡ് മട്ടൺ, കുക്ക്ഡ് ബീഫ്,
ഇങ്ങനത്തെ ആവശ്യമില്ല ഗൈസ്. ഞാൻ നോക്കിയതുള്ളൂ. കത്തുന്നുണ്ട് വന്നപ്പോൾ നമ്മളിതോടെ എൻ്റെ സ്റ്റോൺസ് കാണില്ല. ആവശ്യമുണ്ട് ഗൈസ് സ്റ്റോൺ. ഒരു 10 എണ്ണം ഒരുക്കിയിട്ട് 10 എണ്ണവും 12 12 ഒരു വിലക്കായിട്ട് നമ്മൾ വേറെ 56 എടുത്ത് 15 ആയിക്കോട്ടെ. ഇപ്പെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ഞാൻ പോയി നോക്കിയിട്ട് ഒരു സോംബീസ് സ്പോൺ ആക്കിയിട്ട് മറ്റോ 6 മണിയായി. 6 മണിക്ക് ഞാൻ പുറത്തേക്ക് പോയില്ല, കാരണം എന്നെ സോംബി പിടിക്കും. സോംബി പിടിച്ചാൽ എനിക്ക് പേടിയാണ് ഗൈസ്, പേടി. ഗൈസ് മൊത്തത്തിൽ എൻ്റെ ബേസ് എങ്ങനെ ഉണ്ട്, രസമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ. ഗൈസ് എൻ്റെ അയങ്കോളം ഗൈസ് അങ്ങനെ 64 കഴിഞ്ഞു ഗൈസ്. 2 സ്റ്റേക്കാണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 ആളിലിട്ട് അടുത്തതിനകത്ത് ഞാൻ നോക്കിയിട്ട് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 4 ഇടും. നമുക്ക് ഒരു കാര്യം ഇതാക്കണം. ഞാൻ ഓരോ ബിൽഡ് കണ്ടിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്നാൽ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.